السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. ذكر فإن الذكر تنفع المؤمنين. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കെ വി അബ്ദുൽ ഖാദിർ ഹാജി അവറുകള്, അതുപോലെ തന്നെ മഹല്ല് ഖതീബും പ്രിയങ്കരനായ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരിമി പന്തിപ്പയിൽ അവറുകള്, റാഷിദ് തങ്ങളവറുകള്, റിയാസ് ഹുദവി, അതുപോലെ തന്നെ സ്റ്റേജിലും സദസ്സിലുമുള്ള കമ്മിറ്റി ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ പറയപ്പെട്ടതുപോലെ പരിശുദ്ധമായ സ്വലാത്തിന്റെ വാർഷികത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതപ്രസംഗ പരിപാടിയുടെ പ്രഥമ ദിവസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലിനെയും പിരിയലിനെയും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെട്ട മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടെ സേവനം ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധമായ സ്വലാത്തിന്റെ വാർഷികത്തിന്റെ തുടക്കത്തിലെ ദിവസത്തിലാണ്. തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് ഞങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നാം ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം, ഇന്ന് നമുക്കറിയാം, ശാസ്ത്രം വളരെയധികം പുരോഗമിച്ച കാലഘട്ടത്തിലാണ് ഞങ്ങളും നിലകൊള്ളുന്നത്. ശാസ്ത്രം എത്രമാത്രം പുരോഗമിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധമായി ദീനുമായി അകലുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഇന്ന് മനുഷ്യർ തയ്യാറാവുന്നില്ല എന്ന് ഒരു വലിയ പരമാർത്ഥമാണ്. അത് നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം നമ്മുടെ ഈ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ നാം അള്ളാഹുവിനെയും അവന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്ന് പലരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തി രാജാതിരാജനായ അല്ലാഹു തആലയെ മറന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സദസ്സിൽ നാം പങ്കെടുക്കുമ്പോൾ നാം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്, എന്റെ ജീവിതം ശരിയായ ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതായ ഒരു അടിമയായി ജീവിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതായ ഒരു ദൃഢനിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ബോധമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ അംഗീകരിക്കുമാറാവട്ടെ. കാരണം നമ്മുടെ ജീവിതം ഒരിക്കലും ഇവിടെ അവസാനിക്കുന്ന അസ്തമിക്കുന്ന ജീവിതമല്ല. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ സമയമെത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ സമയത്ത് അവിടെ രക്ഷപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങൾ നാം ചെയ്യേണ്ടതുണ്ടോ അത് മുഴുവനും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിച്ചുകൊണ്ട് നാം ജീവിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലേ പരിശുദ്ധമായ ഖുർആനിൽ ഇടയ്ക്കിടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അവസാന വിജയം ലിൽ മുത്തഖീൻ,
തഖ്വയുള്ള ആളുകൾക്കാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിച്ചതായ ആളുകൾക്കാണ് അന്തിമ വിജയമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം അതിന്റെ വക്താക്കളായി മാറണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരണം നാം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുകയാണ്. കാരണം ഇന്ന് നമുക്കറിയാം, മക്കൾക്ക് മാതാപിതാക്കളെ അറിയാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മാതാപിതാക്കൾക്ക് മക്കളെ മനസ്സിലാവാത്ത, മകളെ മനസ്സിലാവാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. മൃഗങ്ങൾ പോലും ചെയ്യാൻ ലജ്ജിക്കുന്ന കാര്യങ്ങൾ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. വളരെയധികം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്, നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഉലൈക കൽ അൻആമി, അവർ നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നിർത്തിയില്ല. ബൽ ഹും അളൽ, അവരെക്കാൾ പിഴച്ചവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഞാൻ നിങ്ങളും കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നാം പത്രം മുഖേനയും മറ്റുള്ളതായ ന്യൂസുകൾ മുഖേനയും നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വളരെയധികം മലീമസമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അഴിമതിയും എന്തെല്ലാം തെറ്റായ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ചെയ്തുകൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പല സമുദായത്തെയും പല സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കഴിഞ്ഞ് നമുക്കറിയാം. അവരുടെ ദുശ്ചെയ്തി കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നാം മുൻഗാമികളായ ആളുകൾ നമുക്ക് വരച്ച് കാണിച്ചിട്ട് നാം മാതൃക പിൻപറ്റിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമാനായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കും. ഒരു യഥാർത്ഥ ഒരു മുസ്ലിമിനിക്ക് തീവ്രവാദിയാവാനോ ഭീകരവാദിയാവാനോ സാധ്യമല്ല. അവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട്, മഹാന്മാരായ ആളുകളുടെ ആ ചര്യ പിൻപറ്റുകൊണ്ട് അവൻ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവനിക്ക് ഒരു തീവ്രവാദിയാവാനോ ഭീകരവാദിയാവാനോ സാധ്യമല്ല. നമ്മുടെ ഈ സദസ്സിൽ ചുറ്റുവട്ടത്തും ഒരുപാട് അമുസ്ലിമുകളായ ആളുകളുടെ അറിയാൻ സാധിച്ചു. അവർക്ക് പരിശുദ്ധമായ ദീനിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരിക്കലും പരിശുദ്ധമായ ദീൻ തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി, അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽവാസി ഇതര മതസ്ഥരാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണം, അവനെ ആദരിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികളായ ആളുകളുമായി കൊണ്ട്, ഹൈന്ദവരായ ആളുകളുമായി കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന് ഹദീസിലൂടെ കാണാൻ സാധിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഹാർദ്ദത്തിലായിരുന്നു അവിടുന്ന് ജീവിച്ചിരുന്നത്. അവിടുത്തെ ദീനുൽ ഇസ്ലാം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ ആരോപിക്കാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നാം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം വളരെയധികം കൃത്യമായിട്ടും പരിശുദ്ധമായ ദീൻ പറഞ്ഞതായ കാര്യങ്ങൾ നാം പാലിച്ചിരിക്കണം. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് നിർബന്ധമായും കൽപ്പിച്ചതായ പല കാര്യങ്ങളും നാം കാറ്റിൽ പറത്തിക്കൊണ്ടു പരിശുദ്ധമായ ഖുർആനിലൂടെ ചെയ്യരുത് എന്ന് പറഞ്ഞതായ കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സാഹചര്യമാണ്. അത് മാറ്റിയെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്, പരിശുദ്ധമായ നിസ്കാരത്തിന് കൃത്യമായി നിർവഹിച്ചുകൊണ്ട്, മറ്റുള്ള എന്തെല്ലാം നിർബന്ധമായ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും പാലിച്ചുകൊണ്ട് ഒരു ഉത്തമ മനുഷ്യനായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമി ലോകത്ത് ഇവിടെ പറയുമ്പോൾ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ നമുക്ക് ഇവിടുന്ന് മരണപ്പെടാൻ സാധിക്കും. അതിൽ നമ്മുടെ സ്വഭാവത്തെ നാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം, നമ്മുടെ ഹൃദയത്തിൽ ചീഞ്ഞലിന്റെ സ്വഭാവങ്ങൾ ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല. കിബർ, അസൂയ, ഉജുബ് പോലത്ത അത്തരം ആ അസുഖങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വളരെ താഴ്മയോടുകൂടെ തവാളോടുകൂടെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം നാം നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ച ലഭിക്കും. മൻ തവാള റഫഅഹുല്ലാഹ്. ആരെങ്കിലും താഴ്മത്തരം കാണിച്ചാൽ, എളിമത്തരം കാണിച്ചാൽ റഫഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കും. നേരെ മറിച്ച് മൻ തകബ്ബറ വലഅഹുല്ലാഹ്,
ആരെങ്കിലും മുങ്ക് കാണിച്ചാൽ, കിബ്ർ കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരാജയപ്പെടുത്തി കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാർ വളരെയധികം അനുഗ്രഹം ലഭിച്ചവരാണ്. കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട പല സ്വഹാബത്തും ഇവിടെ അന്തിമശ്രമം കൊള്ളുന്നു എന്ന് ഈ പ്രസിദ്ധമാക്കപ്പെട്ട നാടിലേക്ക് നൽകിയ അല്ലാഹു സുബ്ഹാനഹു നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ലഭിക്കും. തീർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹത്തുക്കളുടെ ബറക്കത്ത് നാം ഓരോരുത്തരിലും അല്ലാഹു സുബ്ഹാനഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നാം പരിശുദ്ധമായ സ്വലാത്തിന്റെ വാർഷികമാണ് കൊണ്ടാടുന്നത്. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലും ബഹുമാനിക്കലും ആദരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്, കടമയാണ്. അതല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, ഇന്നല്ലാഹ വ മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചതായ കൂട്ടക്കാരെ, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെയും സലാമിനെയും ചെല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവർക്ക് മേൽ സ്വലാത്ത് ചൊല്ലൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിയ എത്ര ചരിത്രങ്ങളാണ്, എത്ര കാര്യങ്ങളാണ്, ദുനിയയും ഉഖറയുമായ എത്ര കാര്യങ്ങളാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാം, ദലായിൽ ഖറാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്വലാത്തുണ്ടാക്കിയ മഹാന്മാരായ സൂഫിയന്മാരായ പണ്ഡിതന്മാർ, അവർ പ്രത്യേകമായി ഇജാസത്ത് കൊടുക്കുന്ന സ്വലാത്താണ് ദലായിൽ ഖറാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്വലാത്ത്. ആ സ്വലാത്ത് ഉണ്ടാക്കാനുള്ള കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാപണ്ഡിതനായ സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ തന്റെ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെടുകയാണ്. നിസ്കാരത്തിന് ടൈമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊതു കൊടുക്കണം. അതിന്റെ വെള്ളം അടുത്ത കിണറിലുണ്ട്. പക്ഷേ അദ്ദേഹം ചെന്നു നോക്കിയ സന്ദർഭത്തിൽ ആ കിണറിൽ വെള്ളമുണ്ട്. കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുവാൻ ഒരു പാത്രവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിൽ ബഹുമാനപ്പെട്ടവർ ആ കിണറിനരികിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പരിചയമുള്ള ഒരു സ്ത്രീ അതിലൂടെ നടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ ആ സ്ത്രീ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ ബഹുമാനപ്പെട്ടവരെ, അങ്ങെന്താണ് ഇവിടെ നിൽക്കുന്നത്? അങ്ങിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ സഹോദരി, നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒളു കൊടുക്കണം. വെള്ളം ഈ കിണറിലുണ്ട്. പക്ഷേ ആ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുവാൻ എനിക്കൊരു പാത്രം ലഭിച്ചിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആശങ്കപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയത ഒന്നും തന്നെ സംസാരിക്കാതെ ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അരികിലുള്ളതായ ആ കിണറിന്റെ അരികിലേക്ക് നടന്നു നീങ്ങുകയും ആ കിണറിലേക്ക് എത്തി നോക്കുകയും ആ സഹോദരിത ആ കിണറിലേക്ക് അങ്ങ് തുപ്പുകയും ചെയ്യുകയാണ്. അത്ഭുതകരമായ രൂപത്തിൽ ആ സഹോദരിയുടെ ഉമിനീര് കിണറിന്റെ വെള്ളവുമായി ചേർന്നതായ സന്ദർഭത്തിൽ കിണറിന്റെ അടിയിൽ കിടക്കുന്ന വെള്ളം മുകളിലോട്ട് പൊങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ടവർ ആ കിണറിൽ കൈയിട്ടുകൊണ്ട് ഒതുവത്തിന് ശേഷം ആ സഹോദരിയോട് ചോദിക്കുകയാണ്, അല്ലയോ സഹോദരി, നിന്റെ ഉമിനീരിക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത ലഭിക്കാൻ നീ എന്ത് അമലാണ് ചെയ്തത് മോളെ എന്ന് ആ സഹോദരിയോട് ചോദിച്ചപ്പോൾ ആ സഹോദരി പറയുകയാണ്, അല്ലയോ ബഹുമാനപ്പെട്ടവരെ, ഞാൻ വലിയ നോമ്പുകാരിയോ വലിയ നിസ്കാരക്കാരിയോ ഒന്നും തന്നെയല്ല. പക്ഷേ എന്റെ നാവിൽ എല്ലാ സന്ദർഭത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലാണ് പതിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലി 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 എന്റെ നാവ് പച്ചപിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമിനീരിക്ക് ഈ ശ്രേഷ്ഠത നൽകിയതെന്ന് ആ സഹോദരി ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂലി തങ്ങളോട് പറയുകയുണ്ടായി.
ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് നേർച്ചയാക്കുകയാണ്, എങ്കിൽ ഞാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ഉണ്ടാക്കുമെന്ന് നേർച്ചയാക്കുകയും അങ്ങനെ ഉണ്ടാക്കിയ സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത് എന്ന മഹത്തായ സ്വലാത്ത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് രോഗങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രതിവിധി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി തന്നെ സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ ദുനിയവി മുഖറയുമായ കാര്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെയും പിരിയലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ മലായും സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി ഓടുന്ന നമ്മുടെ പ്രവർത്തകന്മാരായ ആളുകൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ സഹോദര സഹോദരിമാർ, ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ മാറ്റിത്തരുമാറാവട്ടെ.